ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരിക്കാൻ CITU ജനറൽ സെക്രട്ടറി അനിൽ കൂടി ചേരുകയാണ് നമുക്കൊപ്പം. ശ്രീ അനിൽ, സ്വാഗതം വാർത്തകളിലേക്ക്. ഈ വിഷയത്തിൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുകയാണല്ലോ. പുതിയ പരിഷ്കരണം തന്നെയല്ലേ ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ എത്തിച്ചിട്ടുള്ളത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്? പുതിയ പരിഷ്കരണമല്ല, നമ്മളെ പുതിയ പരിഷ്കരണത്തിനൊക്കെ നമ്മുടെ സംഘടനകളൊന്നും എതിരുമല്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ 87 ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ 79 എണ്ണവും ഡ്രൈവിംഗ് സ്കൂളുകാർ ഷെയറിട്ട് വാടകയ്ക്കെടുത്ത് പ്രവർത്തിക്കുന്നതാണ്. അവിടെ വീണ്ടും ഗതാഗത മന്ത്രിയുടെ പരിഷ്കരണങ്ങളുടെ ഭാഗമായി നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത് ഡ്രൈവിംഗ് സ്കൂളുകാരാണെന്നാണ് നമ്മളെ മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അതൊരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. നമ്മുടെ കേരളത്തിൽ എക്സാം ഫീസ് ഏത് ഡിപ്പാർട്ട്മെന്റിൽ അടച്ചാലും, PSCയിലായാലും യൂണിവേഴ്സിറ്റിയിലായാലും എക്സാമിന് ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷ നടത്തേണ്ട ഉത്തരവാദിത്വം ആ ഡിപ്പാർട്ട്മെന്റിനാണ്. മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഫീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ അവർ ദൗർഭാഗ്യവശാൽ നമ്മളെ ഡ്രൈവിംഗ് സ്കൂളുകാരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഒരു വർഷം 70 ലക്ഷത്തോളം രൂപയാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ വാടക ഇനത്തിൽ ടെസ്റ്റ് ഗ്രൗണ്ടുകൾക്ക് നൽകുന്നത്. ഇനി ഇത് അംഗീകരിക്കാൻ ഒക്കില്ല. ഫെബ്രുവരി 22-ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ, അത് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ സംഘടനകളുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായി ഗതാഗത മന്ത്രി നേരിട്ടിടപെട്ട് ഇറക്കിയ സർക്കുലറാണ്. ആ സർക്കുലർ പിൻവലിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ആ സർക്കുലർ പിൻവലിക്കുമ്പോൾ നിലവിൽ വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. അതാണ് ഞങ്ങളുടെ ആൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU മുന്നോട്ട് വയ്ക്കുന്നത്. ആ സർക്കുലർ അടിയന്തരമായി പിൻവലിക്കുക. തീർച്ചയായും വളരെ നന്ദി ശ്രീ അനിൽ, ഈ ഘട്ടത്തിൽ ടെലിഫോൺ ലൈനിൽ ചേർന്നതിൽ.